വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ആലപ്പുഴ ജില്ലയുടെ ഈ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. നേരത്തോടെ സൂചിപ്പിച്ചു, തെക്കൻ ജില്ലകളിൽ ആലപ്പുഴയും കോട്ടയവും തമ്മിൽ ഒരു സൗഹൃദ മത്സരമാണ് നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ ജില്ലാ സമ്മേളനത്തിന് ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ രണ്ടുപേരും മാത്രമല്ല ഇടുക്കി ജില്ലയും ആ സൗഹൃദ മത്സരത്തിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ടുണ്ട്. നല്ല കാര്യമാണ്. ഒരു സംഘടന വളരുന്നത് എപ്പോഴും സൗഹൃദത്തിലൂടെ സംഘടന വളർത്തുക എന്ന് പറയുമ്പോൾ മത്സരവും സൗഹൃദത്തിലൂടെ തന്നെ വേണം. ഇപ്പോഴൊരു ആരോഗ്യപരമായ മത്സരം ഏത് മേഖലകളിലും സംഘടനയെ മുന്നോട്ട് നയിക്കും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആലപ്പുഴ ജില്ലയിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നത്. അന്ന് കോറം തികയാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുര്യാക്കോസിനെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആകപ്പാടെ ഒരു 10-12 പേരാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ 4-5 പേര് ജോലിക്കാരാണ്. എങ്ങനെയാണ് ഒരു ഇലക്ഷൻ നടത്തുന്നത് എന്ന് വളരെ ആശങ്കയോടുകൂടി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് തിങ്ങി നിറഞ്ഞ സദസ്സും ഒപ്പം തന്നെ 11 യൂണിറ്റുകളുണ്ട്. ഈ 11 യൂണിറ്റുകളിലും ശക്തമായ പ്രവർത്തനവും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദൃഢവും ശക്തവുമായ ഒരു സംഘടനാ സംവിധാനമാണ് ഇന്ന് ജില്ലയിലുള്ളത് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിൽ സന്തോഷവും നിങ്ങളോട് പങ്കുവയ്ക്കുക. കഴിഞ്ഞ കുറേ പരിപാടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒരു ഹോട്ടലിൽ നടന്ന ഒരു പോലീസുകാരൻ നടത്തിയ അവിടെ മോശമായ പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ സ്ഥാപനം തല്ലിപ്പൊളിക്കലും അടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രവർത്തനം തൊട്ട് ജില്ലയുടെ നമ്മളെ സമര പരിപാടികൾ തൊട്ട് ഏതൊരു പ്രവർത്തനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ജില്ല ആശാവഹമായ പ്രവർത്തനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സുരക്ഷാ പദ്ധതി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സുരക്ഷാ പദ്ധതിയെ പറ്റി വിശദമായിട്ട് അതിന്റെ ചെയർമാൻ സംസാരിക്കും. എന്തുകൊണ്ടാണ് ഒരു സുരക്ഷാ പദ്ധതി നമ്മൾ കൊണ്ടുവന്നത് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം പലപ്പോഴും നമ്മുടെ പല അംഗങ്ങളും മരണപ്പെട്ട വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടൊരു സാഹചര്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടിയൊക്കെയാണ് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം അത്താണിയായ അതിന്റെ ഗ്രഹനാഥൻ മരണപ്പെടുമ്പോൾ പകച്ചു നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുടുംബം, നമുക്കറിയാം ഏതൊരു കുടുംബത്തിനും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടം തന്നെയാണെങ്കിൽ പോലും സാമ്പത്തികത്തിന്റെ പ്രശ്നം വലിയൊരു പരാധീനതയാണ്. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഫണ്ടില്ല, അതുപോലെ തന്നെ പിന്നീട് എങ്ങനെ കുടുംബം നടത്തും, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒരു കുടുംബത്തെ ബാധിക്കുമ്പോൾ അത് വിശദമായിട്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് 1 വർഷം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഏതൊരു അംഗം മരണപ്പെടുമ്പോഴും 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവന്നത്. പക്ഷെ നമ്മളവിടെ കുറച്ചുകൂടി വിശാലമായിട്ട് കണ്ടു. മറ്റുള്ള പല വ്യാപാര സംഘടനകളും അത് നമ്മളിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ കൂടി അതിൽ പങ്കാളിയാക്കിക്കൊണ്ട് അതിന് വിശാലമായിട്ടുള്ള ഒരു മാനം കൊടുക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തില് നമ്മുടെ അംഗങ്ങൾ ഏറ്റെടുത്തു എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ആലപ്പുഴയിലും കോട്ടയത്തുമെല്ലാം ഒരു പരിധി വരെ അത് വിജയിച്ചെങ്കിൽ പോലും സംസ്ഥാനത്തുടനീളം നമ്മുടെ പല അംഗങ്ങളുടെ ഒരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ മരിക്കില്ല എന്നൊരു തോന്നലാണ് പലർക്കും. പലയിടത്തും മീറ്റിങ്ങിന് പോകുമ്പോൾ ചോദിക്കും, എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 40 വയസ്സായിട്ടുള്ളൂ, ഞാൻ 10-35 വർഷം ഇത് അടയ്ക്കട്ടെ. പക്ഷെ ഇന്ന് മരണപ്പെട്ട പല അംഗങ്ങളുടെയും വയസ്സിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 45-46 വയസ്സാണ് 16 പേര് മരിച്ചവരുടെ നമുക്കൊരു ആവറേജ് കിട്ടുന്നത്. കോട്ടയത്ത് മരണപ്പെട്ട ഒരു കുടുംബം അതിന് 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നി. കാരണം അത്രയേറെ 2 പെൺകുട്ടികൾ മറ്റ് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ അലയുമ്പോഴാണ് അവർക്ക് 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിലേക്ക് കിട്ടുന്നത്. നമ്മൾ ചിന്തിക്കണം, ഒന്ന് ഇതിനകത്ത് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, നാം ചെയ്യുന്നത് വലിയൊരു ചാരിറ്റി പ്രവർത്തനമാണ്. കാരണം 10,000 അംഗങ്ങൾ ഇതിനകത്ത് അംഗങ്ങളായാൽ 100 രൂപ വെച്ച് കൊടുത്ത് 10 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കിട്ടുമ്പോൾ അത് നാം നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അംഗത്തിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ട് ഇത് കാണണം. ഇതൊരു ബിസിനസ് ആയിട്ട് കാണരുത്. അതുപോലെ തന്നെ നാം കൊടുക്കുന്ന സഹായം എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ വീട്ടിലേക്കും നമ്മൾ അറിയാതെ അത് തേടിയെത്തും. നമ്മളിപ്പോ ഇന്ന് നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്കറിയാം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സിന് അത്ര അനുയോജ്യകരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നീട് നമുക്കതൊരു പശ്ചാത്താപം തോന്നിക്കാതിരിക്കാൻ എല്ലാവരും ഈ പദ്ധതിയിൽ അംഗങ്ങളായിക്കൊണ്ട് കഴിയുന്നത്ര നമ്മുടെ തൊഴിലാളികളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിനകത്ത് പദ്ധതി ചേർത്ത് ആ പദ്ധതി
ഒരു വൻ വിജയമാക്കി തീർക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഏതൊരു സംസ്ഥാന സമ്മേളനവും ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഭിമാനമാണ്, അതിന്റെ ആഘോഷമാണ് അംഗങ്ങളുടെ. അപ്പൊ അത് നല്ല രീതിയിൽ നടത്തേണ്ട ചുമതല നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. ഇവിടെ നമ്മളൊരു സാമ്പത്തിക കളക്ഷൻ അല്ല, അതിന് പകരം നമ്മുടെ ബിസിനസ്സും കൂടി അതിനും കൂടി ഉത്തേജനം പകർന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും സൗജന്യമായിട്ട് സമ്മാന കൂപ്പൺ കൊടുത്തുകൊണ്ട്. അപ്പോൾ അവിടെ രണ്ടുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്ഥാന സമ്മേളനം വിജയിക്കും. രണ്ട്, ആ സംസ്ഥാന സമ്മേളനം വിജയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ വിൽപ്പന അല്ലെങ്കിൽ ബിസിനസ് കൂടുകയും ആ രീതിയിൽ നമ്മുടെ ബിസിനസ്സിനൊരു ഉത്തേജനം ലഭിക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും, ഇത് നമ്മുടെ പദ്ധതിയാണ്, നമ്മുടെ പരിപാടിയാണ്. ഈ രീതിയിലുള്ള പല പരിപാടികളും പദ്ധതികളും നമ്മുടെ സംഘടന കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നമ്മുടെ അധികാരികളുടെ മുമ്പിൽ, അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മുമ്പിൽ നാം ശക്തമായ ഒരു സംഘടനയാണെന്ന് തെളിയിച്ചാൽ മാത്രമാണ് നാളെ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് എല്ലാവരും തന്നെ ഈ കൂപ്പൺ നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും എത്തിച്ച് അത് സൗജന്യമായിട്ട് നമ്മുടെ ഉപഭോക്താക്കൾക്ക് അതിന്റെ തുക നിശ്ചയിക്കാം. നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഒന്നുകിൽ 300 രൂപയുടെ ആഹാരം കഴിക്കുന്നവർ, അല്ലെങ്കിൽ 200 രൂപയുടെ ആഹാരം കഴിക്കുന്നവർ, അല്ലെങ്കിൽ 400 രൂപയുടെ ആഹാരം കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ 500 രൂപയുടെ ആഹാരം കഴിക്കുന്ന തുകയൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്റ്റാൻഡേർഡും വില നിലവാരവും അനുസരിച്ച് അതാത് ഹോട്ടലുടെ പേർക്ക് നിശ്ചയിക്കാവുന്നതാണ്. പക്ഷേ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കൂപ്പൺ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം എന്നുകൂടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ 2-3 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും മുതിരുന്നില്ല. നമുക്കറിയാം, സംഘടന ഈ നാളെ അവിടെ നമ്മുടെ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. യോഗം വിളിച്ചത് തന്നെ 3 പേരെയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന്, ശ്രീ വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്. പ്രധാനപ്പെട്ട കാരണം നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊടുത്ത ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ കാരണം കേരളത്തിലെ ഹോട്ടലുകൾ, നമുക്കറിയാം, വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായ പി രാജീവ് വാണിജ്യ വകുപ്പിന് പ്രത്യേക ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സർക്കാർ നിർദ്ദേശിച്ചതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും A to Z, മലിനീകരണമായിട്ടായിക്കോട്ടെ, GSTയുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം നിലനിൽക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ, വാണിജ്യ മേഖലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അതുമായി ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് ആ നിയമങ്ങളെ കൊണ്ടുവരാം എന്നതിന്റെ ഒരു ചർച്ചയാണ് നാളെ 3:30 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവുമായിട്ട് നടത്തുന്നത്. ഞാനിതൊക്കെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈനംദിനം ഇവിടുത്തെ സാധാരണക്കാരായ റെസ്റ്റോറന്റ്, ബേക്കറി, ലോഡ്ജ് ഉടമകൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും ദൈനംദിനം കൈകാര്യം നമ്മുടെ സംഘടന ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ താഴത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യോഗം കൂടി. ധനകാര്യ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ 1-2 സംഘടന വിളിച്ച കൂട്ടത്തിൽ നമ്മുടെ സംഘടനയും വിളിച്ചിരുന്നു. നമ്മുടെ സംഘടന അവിടെ പോയി വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ധനകാര്യ കമ്മീഷന് മുമ്പിൽ ചർച്ച ചെയ്യുകയും അടുത്ത ബഡ്ജറ്റിൽ എന്തെല്ലാമാണ് നമുക്ക് ആവശ്യമെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തായിക്കോട്ടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തായിക്കോട്ടെ, ഇപ്പൊ GSTയുടെ സമരം ആലപ്പുഴ ജില്ല അടക്കം ചെയ്തു. GSTയുടെ വാടകയ്ക്ക് 18% GST ഏർപ്പെടുത്തുന്നതിന്റെ സമരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി സീതാരാമനുമായിട്ട് ചർച്ച ചെയ്യുകയും അവർക്ക് ലെറ്റർ കൊടുക്കുകയും ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കാതെ തന്നെ അവർ ലെറ്റർ നമുക്ക് അയച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ട് അടുത്ത GST കൗൺസിലില് വേണ്ട സംവിധാനങ്ങൾ, കാരണം ഹോട്ടൽ മേഖലയ്ക്ക് ഇൻപുട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ഹോട്ടൽ മേഖല ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള വിവരം കഴിയുന്നത്ര അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഏതൊരു കാര്യങ്ങളും. PCBയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം PCBയുടെ NOC ഇല്ലാതെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് തരികയില്ല എന്ന് വാശി പിടിപ്പിച്ചപ്പോഴും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ട് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ട് കേരളത്തിൽ മുഴുവൻ ലൈസൻസ് കിട്ടുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ നമുക്ക് ചെയ്യുകയുണ്ടായി. ഇപ്പൊ ഇവിടെ വേസ്റ്റ് ബീം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഒത്തിരിയേറെ PCBയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരിയേറെ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പ്ലാസ്റ്റിക് നിരോധനം അടക്കം. ഇവിടെ നമ്മൾ എല്ലാത്തിനെയും കണ്ണടച്ചിട്ട് എതിർക്കുന്ന ഒരു സമീപനം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇല്ല. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. നാളെ സമൂഹത്തിന് വലിയൊരു വിപത്തായിട്ട് മാറുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒരു പരിധി വരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ഗവൺമെന്റിനോടൊപ്പം നിന്ന് ചർച്ച ചെയ്തുകൊണ്ട് അതിനാവശ്യമായ പരിഹാര മാർഗങ്ങളിൽ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ.
അതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങളും വേർതിരിച്ച് വെക്കാവുന്ന വേസ്റ്റ് ബിന്നുകൾ കേരളത്തിലെ മുഴുവൻ റെസ്റ്റോറൻറ്റുകളിൽ സ്ഥാപിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഉറവിട മാലിന്യ സംസ്കരണം ഗവൺമെന്റ് കോടതിയൊക്കെ ശക്തമായിട്ട് നടപ്പിലാക്കണമെന്ന് പറയുകയാണ്. ഉറവിട മാലിന്യ സംസ്കരണം സാധിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കണമെന്ന് തന്നെയാണ് സംഘടനയുടെ നയം. അതല്ലാതെ എല്ലാ നിയമങ്ങളെയും അന്ധമായിട്ട് എതിർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഭൗതികമായും സാമ്പത്തികമായും സാഹചര്യം അനുവദിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉറവിട മാലിന്യ സംസ്കരണം നടത്തണം. അങ്ങനെ നടത്താൻ സാധിക്കാത്ത ചെറുകിട സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കൂട്ടായ ഒരു പദ്ധതി കൊണ്ടുവരണമെന്നാണ് നമ്മൾ സർക്കാരോട് ആവശ്യപ്പെട്ടുള്ളത്. അത് സർക്കാർ പരിഹരിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നഗരപാലിക നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം മാറ്റി നിർത്തിക്കൊണ്ട് ഇതെല്ലാം ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും തലയിൽ കെട്ടിവെക്കാനാണെങ്കിൽ യാതൊരു കാരണവശാലും നമ്മളത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ത്രിതല ഉത്തരവാദിത്വം, ഒന്ന് സർക്കാർ ഉത്തരവാദിത്വമുണ്ട്, രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, മൂന്ന് നാം നടത്തുന്ന സ്ഥാപന ഉടമ എന്ന രീതിയിൽ നാം നടത്തുന്ന ബിസിനസ്, ആ ബിസിനസ് നടത്തുന്ന വ്യാപാരി, അത് ഏത് വ്യാപാരിയുമായിക്കോട്ടെ അവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ മൂന്ന് പേരുടെ ഉത്തരവാദിത്വം പരിഹരിക്കപ്പെടണം. അതല്ലാതെ എല്ലാ ഹോട്ടലുകളും പരിഹരിക്കണം, ഞങ്ങൾ നോക്കി നിൽക്കും എന്നൊരു ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്താൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും സംഘടന തയ്യാറാകുമെന്ന് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ആശാപകമാണ്. സർക്കാർ ഈ കാര്യത്തിൽ നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് കഴിയുന്നത്ര ഇവിടുത്തെ ചെറുകിട ഇടത്തരം ഹോട്ടലുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരിഹരിക്കാം എന്നാണ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പിന്റെ വെളിച്ചത്തിലാണ് നമ്മളും സർക്കാരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട അംഗങ്ങളെ അറിയിക്കുകയാണ്. കൂടുതലായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, കൂടുതലായിട്ടൊരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഒന്നാമത് മൈക്ക് സൗണ്ട് അങ്ങ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്തായാലും എനിക്ക് പ്രിയപ്പെട്ട അംഗങ്ങളോട് പറയുവാനുള്ളത്, ശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള കാലം നമ്മുടെ സ്ഥാപനം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം അമിതമായ വിലക്കയറ്റം, അന്യായമായ വിലക്കയറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ രാജാക്കാട്ടില് അവിടുത്തെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ യൂണിറ്റ് മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഒരു വിലവർദ്ധനവ് നടത്തി കഴിഞ്ഞപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് അത് ആദ്യമായിട്ട് തടയാൻ മുൻകൈ എടുത്തത്. അതായത് വിലക്കയറ്റം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവിടെ സമരം ചെയ്യുകയും ഒപ്പം തന്നെ കളക്ടർക്കൊക്കെ പരാതി കൊടുക്കുകയും ചെയ്തു. ആഭ്യന്തര പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും കളക്ടർ യോഗം വിളിക്കുകയും നമ്മളടക്കം എല്ലാവരെയും യോഗം വിളിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം കളക്ടർ പറഞ്ഞത് ഈ വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യാപാരി വ്യവസായ സമിതിയുടെ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളക്ടറിലേക്ക് കൊണ്ടുവരണ്ട, അതൊക്കെ അതാത് ഹോട്ടലുടമയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്, അവർ തീരുമാനിച്ചോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ സംഘടന വളർന്നു കഴിഞ്ഞു. അതായത് ഏതൊരു വ്യാപാര സംഘടനയാണെങ്കിലും കൂട്ടുത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് നാം നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് എതിരായിട്ട് നിന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് നേരിടുമെന്നുള്ള സന്ദേശവും നമ്മൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നോട് പറയുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ നമ്മുടെ ഈ ജില്ലക്കാരൻ കൂടിയാണ് എൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ രാജു അപ്സര. അദ്ദേഹത്തെ സംബന്ധിച്ചോളം വളരെ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയും നമ്മളുമായിട്ട് വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ ചില പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കന്മാർക്ക് ആ രീതിയിലുള്ള സംഘടനാ പാഠവും കുറയുകയും ധാർഷ്ട്യം കൂടുന്ന ചില നേതാക്കന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ പക്വതയുള്ള ഒരു സംഘടന എന്ന രീതിയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മാത്രം അതിനെ ശക്തമായിട്ട് മറുപടി കൊടുത്തുകൊണ്ടുമാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത് കൂടി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ രീതിയിലുള്ള ഇത്രയും നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്താണ് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.